ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു കരിയർ ഡെസ്കർ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായി ഇവിടെ PR അടിച്ച് ആൾക്കാരുടെ ഒരു എക്സ്പീരിയൻസിൽ നമ്മൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്തെന്നുള്ള കാര്യം നമ്മൾ വീഡിയോയിൽ ചെയ്യുന്നുള്ളത്. അപ്പോൾ ഈ വീഡിയോയിൽ ബേസിക്കലി നമ്മൾക്ക് വെക്കേണ്ട വന്ന ഡോക്യുമെൻറ്റ്സ് ആണ്. ഇതെല്ലാവർക്കും വെക്കേണ്ട വന്നിട്ടുണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ എല്ലാവർക്കും ഇതിനേക്കാളും കൂടുതൽ വെച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. പക്ഷേ നമ്മൾ അത്യാവശ്യം കാര്യങ്ങൾ കവർ ചെയ്യുന്നുണ്ട്. പിന്നെ ഓരോ സിറ്റുവേഷൻ വെച്ചിട്ട് ഓരോ ആൾക്കാരുടെ പ്രൊഫൈൽ വെച്ചിട്ട് ഡോക്യുമെൻറ്റ്സും കൂടാം കുറയാം. പിന്നെ നമ്മൾ മാക്സിമം ഡോക്യുമെൻറ്റ്സ് വെക്കാൻ പറയാനുള്ള കാരണം ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് പ്രോസസ്സിൻ്റെ സമയത്ത് നിങ്ങളുടെ വിസ ഓഫീസറിൻ്റെ റിക്വസ്റ്റ് വരാതിരിക്കാനും ആ ടൈം ഡിലേ വരാതിരിക്കാനുമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഡോക്യുമെൻറ്റേഷൻ നമുക്ക് പറ്റുന്നത് അത്ര നമ്മൾ ആദ്യമേ വെക്കുന്നത് നല്ലതെന്ന് നമ്മളെപ്പോഴും ആൾക്കാരുടെ അടുത്ത് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ വെച്ചേക്കുന്ന കാര്യം നമുക്കറിയാവുന്ന കാര്യം നമ്മൾ വെച്ചേക്കുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഞങ്ങൾ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾക്ക് ഇതേപോലത്തെ വീഡിയോസും നിങ്ങൾക്ക് ജെന്യൂനായിട്ടുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ സപ്പോർട്ട് ചെയ്യേണ്ടത് ബേസിക്കലി നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഇതിൽ നിങ്ങൾക്ക് എൻക്വയറി എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യാം. എന്നിട്ട് ഞങ്ങളെ ഇൻസ്റ്റാഗ്രാം ഇൻബോക്സിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് നമ്മളായിട്ട് ചാറ്റ് ചെയ്യാം. അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞുതരാം. പിന്നെ അറിയാൻ പാടാത്തതാണെങ്കിൽ നമുക്ക് വേറെ ആർക്കെങ്കിലും വഴിയുള്ള കോൺടാക്ട്സ് ഞങ്ങൾക്ക് ഇൻഫർമേഷൻ തരാനാണെങ്കിൽ ഞങ്ങളത് ചെയ്യാം. അപ്പോൾ കൂടുതലൊന്നും പറയാതെ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഈ വീഡിയോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ 2 വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത്. പാർട്ട് 1ഉം പാർട്ട് 2ഉം. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ ഇച്ചിരി ലെങ്തി ആയി പോകാതിരിക്കാനും കൂടിയാണ് നമ്മൾ ആ വീഡിയോ 2ആയിട്ട് ഇടുന്നത്. അപ്പോൾ നിങ്ങൾ പാർട്ട് 1ഉം പാർട്ട് 2ഉം നിങ്ങൾ മൊത്തം കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഭാവിയിൽ നിങ്ങൾക്ക് PR അപ്ലൈ ചെയ്യുമ്പോൾ ഡോക്യുമെൻറ്റ്സിൻ്റെ ഫുൾ ഒരു ഇത് കിട്ടാൻ വേണ്ടി. അപ്പോൾ നമ്മൾ കൂടുതലൊന്നും പറയുന്നില്ല, നമ്മൾ ആ വീഡിയോയുടെ ഡോക്യുമെൻറ്റ് ബൈ ഡോക്യുമെൻറ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വാലിഡ് പാസ്പോർട്ടാണ് വേണ്ടത്. ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ പാസ്പോർട്ടാണെങ്കിൽ ഇന്ത്യൻ പാസ്പോർട്ട്, അതായത് ആവശ്യത്തിനുള്ള ഇതുണ്ടായിരിക്കണം. അതായത് എക്സ്പയറി ഡേറ്റ് എന്ന് പറയുമ്പോൾ നിയറസ്റ്റ് ഡേറ്റ് ഒന്നും ആയിരിക്കരുത്. അതായത് ഇപ്പോൾ നെക്സ്റ്റ് ഇയറിലോ അല്ലെങ്കിൽ വിത്തിൻ 2 ഇയേഴ്സിലൊക്കെ തീരുന്ന പാസ്പോർട്ടാകുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഡിലേ വരും ചിലപ്പോൾ പ്രോസസ്സിന്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ പാസ്പോർട്ട് വാലിഡ് ആയിരിക്കണം. അപ്പോൾ നമ്മൾ അതൊന്ന് ശ്രദ്ധിക്കണം, ഒരു വാലിഡ് പാസ്പോർട്ട് ഉണ്ടായിരിക്കണം. പിന്നെ ഒപ്പം തന്നെ നമുക്ക് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസിയുടെ റിസൾട്ട്സ്, അതായത് നമുക്ക് IELTS എടുക്കാം, പിന്നെ നമുക്ക് PT, TOEFL, SELP, അങ്ങനെ പല പല ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പക്ഷേ ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുമ്പോഴേക്കും ഇപ്പം നമുക്കറിയാം മിനിമം 6.5 റേഞ്ചാണ് നമുക്ക് പറയണമെങ്കിൽ പോലും കറണ്ട് കണ്ടീഷൻ അനുസരിച്ച് ഓരോരുത്തരുടെ ഇതനുസരിച്ച് മാറ്റങ്ങളുണ്ടാകും. ചിലപ്പോൾ ചിലർക്ക് 777-8 വേണ്ടി വരും, ചിലപ്പോൾ ഫുൾ 8 അടിക്കേണ്ടവരുണ്ടാവും. അപ്പോൾ അങ്ങനെ വേരിയേഷൻ ഉണ്ടാവും. അപ്പോൾ പോയിന്റ്സ് അനുസരിച്ചിട്ടാണ് ഈ റിസൾട്ടിൻ്റെ കാര്യങ്ങൾ. നമ്മളൊരു കാര്യം മനസ്സിലാക്കണമെന്ന് വെച്ചാൽ ഈ ലാംഗ്വേജ് ടെസ്റ്റ് റിസൾട്ട്സ് ഒക്കെ 2 വർഷത്തേക്കാണ് വാലിഡ് ഉള്ളത്. അപ്പോൾ ബേസിക്കലി നമ്മൾ എപ്പോഴാണ് സബ്മിറ്റ് ചെയ്തത് അല്ലെങ്കിൽ എപ്പോഴാണ് അവർ ചെക്ക് ചെയ്യുന്നത് ആ സമയത്ത് വാലിഡ് ആയിരിക്കാൻ മാക്സിമം നോക്കുക. അല്ലെങ്കിൽ ചില സമയത്ത് ഈ പറഞ്ഞ ഓഫീസേഴ്സ് റിക്വസ്റ്റ് ചെയ്യും നിങ്ങൾ റീടേക്ക് ചെയ്യാൻ. അപ്പോൾ അതിനനുസരിച്ച് വേണം നിങ്ങൾ നിങ്ങളുടെ ടെസ്റ്റ് റിസൾട്ട്സ് എടുത്ത് വെക്കാൻ. പിന്നെ നമുക്ക് വേണ്ടതൊരു ECA വേണം, അതായത് നമ്മുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ അസസ്മെൻറ്റ് ആണ്. അതെന്ന് പറയുമ്പോൾ നമുക്ക് പല ഓപ്ഷൻസ് ഉണ്ട്. ഈ പറഞ്ഞ WES ഉണ്ട്, IQAS ഉണ്ട്. പിന്നെ ചില ആൾക്കാർ ഞാൻ കേട്ടിട്ടുണ്ട്, അതായത് WES ചെയ്തിട്ട് കറക്റ്റായിട്ട് ഇപ്പോൾ മാസ്റ്റേഴ്സ് ഡിഗ്രി ചെയ്തേക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ WESലൂടെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ IQAS വെച്ച് ചെയ്ത് എടുക്കുന്ന ആൾക്കാരുണ്ട്, മാസ്റ്റേഴ്സ് അപ്രൂവ് ചെയ്ത് തരുന്ന ആൾക്കാരുണ്ട്. മാസ്റ്റേഴ്സ് ചെയ്തത് ഇവിടെ മാസ്റ്റേഴ്സ് ആയിട്ട് അവർ ഇക്വലൻസി തരാത്ത ആൾക്കാർ. അപ്പോൾ അവർ വേറെ ഒരു ഓർഗനൈസേഷൻ വഴി ഒന്ന് ട്രൈ ചെയ്ത് നോക്കും, പൈസ പോകും. പക്ഷെ എന്നാൽ പോലും ചിലപ്പോൾ നിങ്ങൾക്ക് രണ്ടാമത്തെ ആ ഏജൻസി നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് ആയിട്ട് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക്. അതെ, അപ്പോൾ അങ്ങനെ വെച്ച് ചെയ്യണം. പിന്നെ നമുക്ക് വേണ്ടത് വർക്ക് എക്സ്പീരിയൻസ് ആണ് വേണ്ടത്. വർക്ക് എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ വർക്ക് എക്സ്പീരിയൻസിൽ മെയിനായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങളുടെ പോയിൻറ്റ്സിനെ ഏറ്റവും കൂടുതൽ കയറ്റാനും കുറയ്ക്കാനും പറ്റുന്ന ഒരു ഫാക്ടറാണ് വർക്ക് എക്സ്പീരിയൻസ്. അപ്പോൾ നമ്മൾ ഒരു നാട്ടിൽ നിന്ന് ഒരു ലെറ്റർ നമ്മൾ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണെങ്കിൽ, ഇപ്പോൾ ഇവിടെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണെങ്കിലും നാട്ടിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണെങ്കിലും മസ്റ്റായിട്ട് നിങ്ങൾ നോക്കേണ്ട കുറേയൊക്കെ ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ കുറച്ച് ഞങ്ങൾ മെയിൻ പോയിൻറ്റ്സ് പറയുന്നത് വെച്ചാൽ, ഒന്ന് ഒഫീഷ്യൽ ലെറ്റർ ഹെഡിലായിരിക്കണം. അത് നമ്മൾ ചുമ്മാ ഒരു ഡോക്യുമെൻ്റ് ആയിരിക്കും, അത് ഒഫീഷ്യൽ ലെറ്റർ ഹെഡിലായിരിക്കണം. സ്റ്റാർട്ട് ഡേറ്റ്, എൻഡ് ഡേറ്റ് ഉണ്ടായിരിക്കണം. പിന്നെ നോ കോഡ് ഉണ്ടായിരിക്കണം. അതെ, നോ കോഡ് ഇവിടെ നിന്നാണെങ്കിൽ നോ കോഡ്. ഇപ്പോൾ നാട്ടിലത്തെ ഇതാണെങ്കിൽ നോ കോഡിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ 5 to 8 പ്രോപ്പർ റെസ്പോൺസിബിലിറ്റീസ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ഇതനുസരിച്ച് 5 to 8 ഇതേപോലെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് കാണിക്കണം. സിവിൽ എഞ്ചിനീയർ ആണെങ്കിൽ അങ്ങനെ, അതേപോലെ അക്കൗണ്ടൻ്റ് ആണെങ്കിൽ അങ്ങനെ. അപ്പോൾ ഒരു 5 to 8 റെസ്പോൺസിബിലിറ്റീസ് വേണം. സ്റ്റാർട്ട് ആൻഡ് എൻഡ് ഡേറ്റ്. പിന്നെ സാലറീഡ് ആണെങ്കിൽ എസ്പെഷ്യലി നമ്മൾ നാട്ടിൽ കാരണം ഇത് പെയ്ഡ് ആയിട്ടുള്ളൊരു പ്രൊഫഷൻ ആണെങ്കിൽ മാത്രം, അല്ലെങ്കിൽ നമുക്ക് പേയ്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ അവർ ആ പോയിന്റ് നമുക്ക് തരുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ആ എക്സ്പീരിയൻസ് ലെറ്ററിൽ സാലറീഡെന്നോ അല്ലെങ്കിൽ
നമുക്ക് പേയ്മെൻറ്റ് കിട്ടിയെന്ന് അല്ലെങ്കിൽ നമ്മുടെ സാലറി ഡീറ്റെയിൽസ് കൊടുത്തില്ലെങ്കിൽ അത് അവർ കൺസിഡർ ചെയ്യില്ല. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും അതിൽ സാലറി കൊടുത്തിട്ടുണ്ടെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുക. പിന്നെ ഓൾവേസ് നമ്മുടെ ഈ പറഞ്ഞ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ അത് നമുക്ക് മാക്സിമം കളക്ട് ചെയ്യാവുന്ന അത്ര ഇൻഫർമേഷനും നമ്മൾ കളക്ട് ചെയ്ത് വെക്കണം ഈ ഒരു പ്രോസസ്സിന് വേണ്ടി. പിന്നെ അതുകൂടാണ്ട് മസ്റ്റായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇതിൽ നിങ്ങൾ ഫുൾ ടൈം എന്നുള്ളൊരു കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യണം. ഫുൾ ടൈം ആയിരിക്കണം. അത് മെൻഷൻ ചെയ്തില്ലെങ്കിൽ പ്രശ്നമാണ്. അപ്പോൾ നിങ്ങളുടെ എംപ്ലോയേഴ്സിനോട് നിങ്ങൾ റിക്വസ്റ്റ് ചെയ്തിട്ടാണെങ്കിലും ഫുൾ ടൈം എഴുതി വാങ്ങിക്കുക. കാരണം സീസണെല്ലാം ടെമ്പററി ആണെങ്കിലും അക്സെപ്റ്റ് ചെയ്യും, പക്ഷേ അത് എടുത്ത് കാണിക്കുന്നത് എപ്പോഴും നല്ലതാണ്. പിന്നെ വീക്ക്ലി നിങ്ങൾ എത്ര അവേഴ്സ് നിങ്ങൾ വർക്ക് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ കാരണം മിനിമം ഒരു 30 hours എന്തോ വർക്ക് ചെയ്യുന്നതാണ് കൺസിഡറേഷൻ. അപ്പോൾ നമ്മൾ ഇപ്പോൾ നാട്ടിൽ അതിൽ കൂടുതലോ അല്ലെങ്കിൽ ഇവിടെയാണെങ്കിൽ 40 hours ഒക്കെ വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ആ വീക്ക്ലി അവേഴ്സ് കാണിക്കാൻ ശ്രമിക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ താഴത്ത് ഒഫീഷ്യൽ സീല് വേണം. അതുകൂടാണ്ട് നിങ്ങളുടെ HR-ൻ്റെയോ അല്ലെങ്കിൽ മാനേജറിൻ്റെയോ കോൺടാക്ട് ഇൻഫർമേഷൻ വിത്ത് സിഗ്നേച്ചർ. അപ്പോൾ ഇതൊക്കെയാണ് വൺ ഓഫ് ദി മെയിൻ കാര്യങ്ങൾ. പിന്നെ അനീഷ് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ സെക്കൻഡറി ഡോക്യുമെൻറ്റ്സ് ആണ്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് വെച്ചിട്ട് നമ്മുടെ സെക്കൻഡറി ഡോക്യുമെൻറ്റ്സ് നമ്മൾ ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വെച്ചേക്കുന്നത്. അതിലൊന്നാണ് ടാക്സ് ഫോംസ്. നാട്ടിൽ നിന്ന് നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ ടാക്സ് ഫോം ഉണ്ട്, PF സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്, പിന്നെ പേ സ്ലിപ്പ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് സപ്പോർട്ടിങ് ഡോക്യുമെൻ്റ് ആയിട്ട് വെക്കാം. ഇവിടെ ഉള്ളതെന്ന് പറയുമ്പോഴേക്കും ഈ പറഞ്ഞ പോലെ ഇവിടെ നമുക്ക് T4, പിന്നെ പേ സ്ലിപ്സ്, പിന്നെ അങ്ങനെ നമ്മുടെ പല കാര്യങ്ങളും നമുക്ക് വെക്കാവുന്ന കാര്യമുള്ളൂ. പക്ഷേ നാട്ടിൽ നിന്ന് ഇത് കിട്ടാൻ എപ്പോഴും ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് നമ്മൾ കുറേ നാൾക്ക് മുമ്പ് വർക്ക് ചെയ്തൊരു ഫേം ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചോദിച്ചാൽ ഒന്നും കിട്ടുന്ന കാര്യമില്ല. പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ PF-ൻ്റെ വെബ്സൈറ്റും ഈ ഇൻകം ടാക്സിൻ്റെ വെബ്സൈറ്റിൽ കൂടിയൊക്കെ നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മൾ ഒരുപാട് കൺഫ്യൂസ്ഡ് ആവും. എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒന്നാമത് നാട്ടിൽ നിന്ന് പറഞ്ഞ സമയത്ത് നമ്മൾ ചിലപ്പോൾ ഇന്ത്യൻ സിറ്റിസൺസ് ആണ്. പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയല്ല, വേറെ പല ആവശ്യങ്ങൾക്കാണെങ്കിൽ പോലും നമ്മൾ ഈ PF സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ നേരത്തെ എടുത്ത് വെച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ഈവൻ പെർമനൻറ്റ് റെസിഡൻ്റ് ആയി കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു ഡോക്യുമെൻറ്റിന് വേണ്ടി നമ്മൾ നടക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ നമ്മൾ എന്താണ് കൊടുക്കേണ്ടത്. നമ്മൾ കാരണം നാട്ടിലത്തെ റെസിഡൻറ്റും അല്ല, ഇവിടെ വരുകയും ചെയ്തു, ടെമ്പററി റെസിഡൻറ്റ് സ്റ്റാറ്റസുമാണ്. അപ്പോൾ അങ്ങനെ കുറേ കൺഫ്യൂഷൻസ് നമുക്ക് വരും. അപ്പോൾ അതിനേക്കാൾ ആ കൺഫ്യൂഷൻസ് ഒക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് ഏറ്റവും ബെറ്റർ ആ സമയത്ത് തന്നെ നേരത്തെ തന്നെ ഇത് നേരത്തെ വാങ്ങിച്ച് വെക്കാൻ പറഞ്ഞു വെച്ചാൽ ഇവിടെ PF എന്നോ ഇതിൻ്റെയൊക്കെ നിർബന്ധമെന്ന് വെച്ചാൽ മാൻഡേറ്ററി അല്ല. ഞാൻ വീണ്ടും പറയുന്നു, ഇതൊന്നും മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യമല്ല. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മാക്സിമം നമ്മുടെ സപ്പോർട്ടിങ് ഡോക്യുമെൻറ്റ്സ് വെച്ചാൽ ഇപ്പോൾ ഞങ്ങൾക്കൊക്കെ ഒരു 5 to 6 months സബ്മിറ്റ് ചെയ്ത ഉടനെ PR കിട്ടി. അപ്പോൾ അതിനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ മാക്സിമം നമ്മുടെ ഡോക്യുമെൻറ്റ്സ് കാണിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു കൺഫ്യൂഷൻ ഇല്ല. അവർക്ക് ആ വെരിഫിക്കേഷൻ പ്രോസസ്സ് 1, 2, 3 എന്നുള്ള രീതിയിൽ അവർക്ക് ആ വെരിഫൈ ചെയ്യാം. അതോടൊപ്പം തന്നെ നമുക്ക് ഈസിലി ആ പ്രോസസ്സിലൂടെ പോവുകയും ചെയ്യാം. നമുക്ക് വിചാരിക്കുന്നതിലപ്പുറം നമുക്ക് പെട്ടെന്ന് PR കിട്ടുകയും ചെയ്യും. പല ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് അവർക്ക് ഈ പറഞ്ഞ പോലെ 1 year ആയിട്ടും 1.5 year ആയിട്ടും 2 years ആയിട്ട് വരെ ചിലതൊന്നും ഔട്ട്കം ഇല്ല. അപ്പോൾ പല രീതിയിലും റിക്വസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ബാക്ക് ആൻഡ് ഫോർത്ത് ഓഫീസിൻ്റെ അടുത്ത് വരുമ്പോഴേക്കും ഈ പറഞ്ഞ പോലെ നമ്മൾ ആ സമയത്ത് അവർ പക്ഷേ ഗിവൺ ടൈം തരുള്ളൂ. ചിലപ്പോൾ ഒരു 30 ദിവസം നിങ്ങൾ സബ്മിറ്റ് ചെയ്യാൻ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ആ 30 ദിവസത്തിൽ സബ്മിറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എക്സ്പീരിയൻസ് ഇൻവാലിഡ് ആയി പോയേക്കാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എടുത്തു വെക്കേണ്ട കാര്യങ്ങൾ നേരത്തെ എടുത്തു വെക്കുക. പ്രത്യേകിച്ച് വർക്ക് എക്സ്പീരിയൻസിൻ്റെ കാര്യത്തിൽ ഈ പറഞ്ഞ ലിസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൽ നിങ്ങളൊരു കൺഫ്യൂഷൻ വരുത്താതിരിക്കുക. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വേറൊരു സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റ് ആയിട്ട് വെക്കേണ്ടതാണ് നമ്മുടെ ഡിഗ്രിയുടെ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇവിടെ ഡിപ്ലോമ ചെയ്തേക്കുന്ന PG ഡിപ്ലോമ ഒക്കെ ചെയ്തേക്കുന്ന ആൾക്കാരാണെങ്കിൽ അവരുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടാവും, ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ കോളേജിൻ്റെ അടുത്ത് നിന്നാണ് ഒരു കംപ്ലീഷൻ ലെറ്റർ, ഇപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ അടുത്ത് നിന്നാണ് കംപ്ലീഷൻ ലെറ്റർ നമുക്ക് കിട്ടും. പിന്നെ ഒഫീഷ്യൽ ട്രാൻസ്ക്രിപ്റ്റ്സ്, ഇതെല്ലാം നമ്മൾ സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റ് ആയിട്ട് ഈ പറഞ്ഞ ഇതിൻ്റെ ഒപ്പം തന്നെ വെക്കണം. അതായത് വെസ് എന്ന് പറഞ്ഞ സാധനം നമ്മുടെ നാട്ടിലത്തെ ഇത് ഇക്വലൻസ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇക്വലൻസിയുടെ ആവശ്യമില്ല, നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഈ പറഞ്ഞ പോലെ ഇത്രയും സർട്ടിഫിക്കറ്റ്സ് വെക്കണം. ഈവൻ നാട്ടിൽ നിങ്ങൾക്ക് വെസ് കിട്ടിയാൽ പോലും നിങ്ങൾക്ക് ആ ചെയ്തതിൻ്റെ ഒഫീഷ്യലായിട്ട് നിങ്ങൾക്ക് സപ്പോർട്ടിംഗ് ലെറ്റർ ആയിട്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ നാട്ടിലത്തെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് വെക്കണം. അത് നിങ്ങൾ വെസ് ചെയ്തെന്നും പറഞ്ഞ് വെക്കാതിരിക്കരുത്, അതും വെക്കണം. പിന്നെ ഇതേപോലെ ഞങ്ങൾ പറഞ്ഞ പോലെ കംപ്ലീഷൻ ലെറ്റർ, ഡിഗ്രി സർട്ടിഫിക്കറ്റ്സ് അല്ലെങ്കിൽ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ്സ്, ഈ പറഞ്ഞ പോലെ ഒഫീഷ്യൽ ട്രാൻസ്ക്രിപ്റ്റ്. ചില കോളേജും യൂണിവേഴ്സിറ്റീസും ഒഫീഷ്യൽ ട്രാൻസ്ക്രിപ്റ്റ്സ് പ്രൊവൈഡ് ചെയ്യില്ല, ചിലവർ സ്റ്റുഡൻറ്റ് കോപ്പിയെ പ്രൊവൈഡ് ചെയ്യുള്ളൂ. അപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് IRCCക്ക് അയക്കാൻ പറ്റുന്നുള്ള രീതിയിലാണെങ്കിൽ കൂടിയും നിങ്ങളുടെ കോളേജിലോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിലോ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ IRCCയുടെ ഇമെയിലോട്ടോ അല്ലെങ്കിൽ വേറെ മെയിൽ ബോക്സിലോട്ടോ നിങ്ങൾക്ക് ഫസ്റ്റ്ലി തന്നെ ഈ പറഞ്ഞ ഒഫീഷ്യൽ ലെറ്ററോ അല്ലെങ്കിൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ, അതായത് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ വാങ്ങിച്ച് വെക്കണമായിരിക്കും നല്ലത്. ഈ പറഞ്ഞാൽ സ്റ്റുഡൻറ്റ് കോപ്പി ആണെങ്കിൽ ചിലപ്പോൾ മേ ബി നിങ്ങൾ അതിന് വേണ്ടി എക്സ്ട്രാ, അതായത് $12 $15 കൊടുത്ത് നമ്മൾ നമ്മുടെ യൂണിവേഴ്സിറ്റി കോളേജ് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഡയറക്റ്റ് IRCCക്ക് പ്രൊവൈഡ് ചെയ്യാന്നുള്ള രീതിയിൽ, അതിപ്പോൾ ഇമെയിലോ ഡയറക്റ്റ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ, അതായത് പൈസ കൊടുക്കാതെ തന്നെ കിട്ടാനുള്ള ഓപ്ഷൻസ് ഉണ്ടോ എന്ന് നമ്മൾ നോക്കുക. ചിലവർക്ക് എനിക്ക് തോന്നുന്നത് ചില കോളേജസിലൊക്കെ നമ്മൾ തീരുമ്പോൾ തന്നെ അവർ നമ്മളോട് ചോദിക്കും നിങ്ങൾക്ക് ഇങ്ങനെ ഒഫീഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇതിൻ്റെ ലെറ്ററും കാര്യങ്ങളൊക്കെ വേണമെന്ന് ചോദിക്കും. അപ്പോൾ അത് നമ്മൾ നേരത്തെ വാങ്ങിച്ചു വെച്ചാൽ നല്ലതായിരിക്കും. ഇപ്പോൾ ഈവൻ ഒരു $10 നമ്മൾ എക്സ്ട്രാ കൊടുക്കണമെങ്കിൽ പോലും നമ്മളത് വാങ്ങിച്ചു വെക്കുകയാണെങ്കിൽ ആ സമയം ആകുമ്പോഴേക്കും നമുക്ക് അതിന് വേണ്ടി ഓടി നടക്കേണ്ട വരത്തില്ല. പിന്നെ നെക്സ്റ്റ് പറയാനായിട്ടുള്ള കാര്യമാണ് പ്രൂഫ് ഓഫ് ഫണ്ട്സ്. അപ്പോൾ അത് നമ്മൾ എപ്പോഴും ഒരു ഡൗട്ട് ഉണ്ടാവാം എങ്ങനെയാണെന്നുള്ളത്. അതിൻ്റെ ഞങ്ങൾക്കറിയാവുന്നൊരു കാര്യം വെച്ച് അങ്ങനെ പറയുകയാണെങ്കിൽ കാനഡയിൽ നിങ്ങൾ വർക്ക് ചെയ്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു ജോലി ഉണ്ടെങ്കിൽ
നമുക്ക് പ്രൂഫ് ഓഫ് ഫണ്ട്സ് കാണിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ കൂടിയും നമുക്ക് നമ്മുടെ കുറേ ബാങ്കിൽ ആൾക്കാരൊക്കെ ഈ പറഞ്ഞ പോലെ ഒരു അതെ 5,000 5 to 10,000 നമ്മൾ കാണിക്കാൻ പറ്റിയാൽ കാണിക്കാറുണ്ട്. നമുക്കത് ഓക്കെ ആണ്. എന്നാലും അതൊരു മാൻഡേറ്ററി ആണെന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി അല്ല. കാരണം നമ്മൾ ഓൾറെഡി ഇവിടെയാണ്, നമുക്ക് സെറ്റിൽമെൻറ്റ് ഫണ്ട് ആവശ്യമില്ല. നമ്മളിവിടെ വർക്ക് ചെയ്യുകയും നമ്മളിവിടെ ഓൾറെഡി താമസിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് നമ്മുടെ ഗവൺമെൻറ് നമ്മുടെ അടുത്ത് അത് ആവശ്യപ്പെടുന്നില്ല മാൻഡേറ്ററി ആയിട്ട്. പക്ഷേ നാട്ടിൽ നിന്നാണ് നിങ്ങൾ വരാൻ ഉദ്ദേശിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ മെയിൻ ആപ്ലിക്കൻ്റ് ഒരാളായിട്ടാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ $13,000 നിങ്ങൾ കാണിക്കണം. അതേപോലെ നിങ്ങൾ കപ്പിളായിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 16,000, അതായത് നിങ്ങൾക്ക് നാട്ടിലത്തെ ഓൾമോസ്റ്റ് ഒരു 8 lakhs 9 lakhs വരുമായിരിക്കും. അതായത് നാട്ടിലുള്ളവർക്ക് എനിക്ക് തോന്നുന്നത് കുറച്ച്, അതായത് തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് PR കിട്ടി വരുന്ന സമയത്ത് നമ്മൾ അതെ ഫണ്ടൊന്നും വേണ്ട, അതായത് പഠിക്കാൻ വരുന്ന സമയത്താണ് പൈസ വേണം എന്നുള്ളൊരു ചിന്ത ഉള്ള ആൾക്കാരുണ്ട്. പക്ഷെ അങ്ങനെയല്ല. ഈ പറഞ്ഞ പോലെ 13+ നമ്മൾ കയ്യിൽ നമ്മുടെ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഈ പിന്നെ അതുകൊണ്ട് ഓരോ ഡിപ്പെൻഡൻ്റ് ആഡ് ആവുന്നതോറും നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ $3,500 നിങ്ങൾക്ക് അതേപോലെ, കാരണം 2 കപ്പിളാണ് അത് പ്ലസ് 2 ബേസിക്കലി ഒരു ഫാമിലി വരുവാണെങ്കിൽ നല്ലൊരു എമൗണ്ട് $20,000 എങ്കിലും നമ്മളെ കാണിക്കണം. പ്ലസ് അതർ ഡോക്യുമെൻറ്റ്സ്, സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് ഈ പറഞ്ഞ പോലെ നമ്മുടെ റിയൽ എസ്റ്റേറ്റ് ഡോക്യുമെൻറ്റ്സ്, ഇൻവെസ്റ്റ്മെൻറ്റ് പോർട്ട്ഫോളിയോസ്, നമ്മുടെ ബാങ്കിൽ വേറെ എന്തെങ്കിലും പൈസ ഉണ്ടോ, അങ്ങനെ വേറെ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് ഇട്ടുണ്ടോ, ഇതൊക്കെ വേറെ എന്തിനുമല്ല. അതായത് ഈ ഇമിഗ്രേഷന് ഒരു ഓഫീസർ അസസ് ചെയ്യുമ്പോൾ അവർക്കതൊരു ഈസി പ്രോസസ്സായിട്ട് പോകണം. നമുക്കിത് ഒരുപാട് നാളത്തേക്ക് ഇങ്ങനെ എന്തായി എന്നുള്ളത് തിങ്ക് ചെയ്ത് നടക്കാതെ അത് പെട്ടെന്ന് ആ പ്രോസസ്സ് കഴിഞ്ഞ് നമുക്ക് ആ അപ്രൂവൽ സ്റ്റേജിലോട്ട് എത്താൻ വേണ്ടിയാണ് ബേസിക്കലി നമ്മൾ മാക്സിമം ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ അതാണ്. അപ്പോൾ ഇതിപ്പോൾ പാർട്ട് 1 ആണ്. നമ്മൾ അത്യാവശ്യം ലെങ്തി വീഡിയോ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഡെഫിനറ്റ്ലി ഇതിൻ്റെ പാർട്ട് 2 വീഡിയോ ഇടുന്നതാണ്. ഡെഫിനറ്റ്ലി നിങ്ങൾ കാണുക. കാരണം ഒരു മൊത്തം നിങ്ങൾ കണ്ടാലാണ് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ചെറിയ ഐഡിയ എങ്കിലും നിങ്ങൾക്ക് വെക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് റെഫറൻസ് ആയിട്ട് വേണ്ടി വരിക. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾ ആ പാർട്ട് 2 ഇതും കൂടി കണ്ടാൽ നിങ്ങൾക്ക് മൊത്തത്തിൽ കാണാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സീ യു ഗൈസ് ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. Until then, bye.